ദൈവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 74. വൈശുവിൻ്റെ മുത്തശ്ശി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞോണ്ടാ ദേവ ഞാൻ പോയേ. അവർ ഫോണിൽ കൂടെ കരയുന്ന കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് തകർന്നു പോയി എന്നുള്ളത് നേരാ. അവിടെ എന്താ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വൈശു കൊച്ചിനെന്തേലും പറ്റുമോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ദേവകി ആൻറ്റി എന്നോടൊന്ന് വിട്ടു പറയാൻ കൂട്ടാക്കിയില്ല ദേവ. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് മാത്രം പറഞ്ഞു. കൂട്ടത്തിൽ വീടിൻ്റെ പിന്നിലായിട്ടുള്ള ഗേറ്റിൻ്റെ അതുവഴി വരണമെന്ന് മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഓരോന്നും ഓർത്തെടുത്ത് പറയുകയായിരുന്നു ഭാസ്കരൻ. ടെൻഷൻ അടിച്ചൊരു തരത്തിലാണ് ഞാൻ അവിടെ വരെ ഒന്ന് ചെന്ന് പെട്ടത്. അവർ പറഞ്ഞ പോലെ റോഡിൽ വണ്ടി ഇട്ടിട്ടാ ഗേറ്റിങ്ങിലേക്ക് ഞാൻ നടന്നു ചെയ്യുന്നത്. എന്നെയും കാത്ത് അവിടെ നിന്ന് അവളുടെ മുത്തശ്ശൻ എന്നെ വീടിൻ്റെ പിൻവാതിലൂടെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവ. അതും കൂടെ ആയപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ കൊച്ചിന് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മകന് മുൻപിൽ മനസ്സിൻ്റെ ഭാരങ്ങളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുകയായിരുന്നു അയാൾ. എന്തിനാണ് എന്നെ അങ്ങനെ കൊണ്ടുപോകുന്നതെന്നും വൈശു കൊച്ചിനെന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഞാൻ അപ്പോഴും അങ്കിളിനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം എന്നെ കയ്യേലി പിടിച്ചു പഠിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. അകത്തുനിന്നും വാതിൽ പൂട്ടി കളയുകയാണ് ചെയ്തേ. അവിടെ ഞാൻ കണ്ടു ദേവ, കാട്ടിൽ തളർന്ന അവശയായി കിടക്കുന്ന എൻ്റെ വൈശുവിനെയും അവളുടെ അടുത്തായിരുന്നു കൊണ്ട് ഏങ്ങലടിച്ച് കരയുന്ന ദേവകി ആൻറ്റിയെയും. അത് പറയുമ്പോൾ മാലുവിൻ്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. അവളെ പൂട്ടിയിട്ടെന്നോ? എന്തിന്? ഒരു ഞെട്ടലോടെ മഹാദേവൻ സ്വയം അറിയാതെ ചോദിച്ചുപോയി. അവളോട് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞെന്ന് ആ ദീപക്കിനെ കെട്ടണമെന്ന്. ഭാസ്കരൻ്റെ മുഖത്ത് ആ നേരം ദേഷ്യമോ സങ്കടമോ മറ്റെന്തൊക്കെയായിരുന്നു. ദീപക്കിനെ കെട്ടണമെന്നോ? ഭാസ്കരൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ടതും അവൻ്റെ മുഖം പൊടുന്നനെ വിളറി വെളുത്തു. അതെ, അവനെ കെട്ടണമെന്ന്. അടുത്ത ആഴ്ച അവരുടെ നിശ്ചയമാണെന്ന്. ഇതൊന്നും ആ പാവത്തിന് അറിയില്ലായിരുന്നു ദേവ. അവൾക്കെന്നല്ല, അവളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും പോലും ഇക്കാര്യം അറിയില്ലായിരുന്നു. മുഷ്ടി ചുരുട്ടി സെറ്റിയിലിടിക്കുമ്പോൾ വൈശുവിൻ്റെ അച്ഛനെയും അമ്മയും ദേഷ്യമായിരുന്നു അയാളിലുണ്ടായിരുന്നത്. എന്നിട്ട് അതേസമയം അതെല്ലാം കൂടി കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു മഹാദേവൻ. എന്നിട്ടെന്താ, അവരെല്ലാം കൂടി അങ്ങ് നിശ്ചയിച്ചു. പക്ഷെ ദേവ, നിനക്കറിയോ, എൻ്റെ വയസ്സു കൊച്ചു വെറും പാവാടാ. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ചെന്നാൽ മുട്ടുവിറച്ച് നിൽക്കുന്നവള് ഇന്ന് പറഞ്ഞടാ അവൾക്ക് ആ കല്യാണം ഇഷ്ടമല്ലെന്ന്. ദീപകിൻ്റെ തലവട്ടം കണ്ടാൽ പോലും പാനിക് അറ്റാക്ക് വരുന്ന എൻ്റെ കുഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞടാ അവൾക്ക് നിന്നെയാ ഇഷ്ടമെന്ന്. നിറഞ്ഞ കണ്ണുകൾ മകൻ കാണാതെ ധൃതിയിൽ അമർത്തി തുടച്ചയാൾ. പക്ഷേ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ മഹാദേവൻ ഒരു നിമിഷത്തേക്ക് തറഞ്ഞിരുന്നു പോയി എന്നതാണ് സത്യം. വൈശാഖി, അവൾ അങ്ങനെ പറഞ്ഞോ? അതും അവരുടെയൊക്കെ മുഖത്ത് നോക്കി. എനിക്ക് വേണ്ടി അവൾ ഇത്രയൊക്കെ ധൈര്യം കാട്ടിയോ? മഹാദേവൻ്റെ ഉടലൊന്ന് വിറച്ചു പോയി. നിനക്ക് അവളോട് ഒന്നുമില്ലെന്നറിയാഞ്ഞിട്ടും ആ പാവം നിന്നെ എത്ര ആത്മാർത്ഥമായിട്ടാണ്ടാ സ്നേഹിക്കുന്നേ. നീ എന്നെങ്കിലും ഒരു നാൾ അവളുടെ ഇഷ്ടം മനസ്സിലാക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാ ഓരോ ദിവസവും അവൾ ജീവിക്കുന്നത് തന്നെ. നിനക്കറിയോ ദേവ, നിന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊരു കാരണം പറഞ്ഞ് ആ കുഞ്ഞിനെ അവർ ഏങ്ങലടിച്ചുകൊണ്ട് പറയുമ്പോൾ ഭാസ്കരൻ അറിയാതെ തന്നെ ഒരു തുള്ളി കണ്ണുനീര് അയാളുടെ കവളും കഴിഞ്ഞ് താഴേക്ക് ഒഴുകിയിറങ്ങിയിരുന്നു. എന്താ എന്താ അച്ഛൻ പറഞ്ഞേ? അവരവളെ? നെഞ്ചും കൂടിനുള്ളിലേക്ക് ഒന്ന് തറഞ്ഞു കയറുന്ന പോലൊരു വേദന മഹാദേവനിൽ പൊടുന്നനെ ഉണ്ടായി. അവന് വേദനിച്ചു, വല്ലാതെ വേദനിച്ചു. ഹൃദയത്തിൽ നിന്നും രക്തം കിനിഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യാ ദേവ. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടിയാ അവൾ ഇതെല്ലാം അനുഭവിക്കുന്ന ഓർക്കുമ്പോഴാ എൻ്റെ നെഞ്ചു പെടയാ മോനെ. ഇന്ന് രാത്രി തന്നെ അവളെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ പോലും. ഈശ്വരാനുഗ്രഹം കൊണ്ട് നാളെ വെളുപ്പിന് 6 മണിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവർക്ക് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ബാക്കി ഭാസ്കരൻ പറഞ്ഞില്ല. തനിക്ക് മുൻപിലായി എല്ലാം കേട്ടുകൊണ്ട് തറഞ്ഞിരിക്കുന്ന മഹാദേവനെ വല്ലാത്തൊരു നോട്ടം നോക്കി അയാൾ. ചതയ്ക്കുമ്പോൾ പോലും ആ പാവം കരഞ്ഞില്ലടാ ദേവ. അപ്പോഴും നിന്നെയാ ഇഷ്ടമെന്ന് ആ പാവം പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് കലി കയറി അവരതിനെ ഒരു മുറിയിലിട്ട് അടച്ചു പൂട്ടിയപ്പോഴും അവിടെ കണ്ണീന്നൊരിറ്റു കണ്ണീര് പോലും വന്നില്ലെന്ന് ദേവകി ആൻറ്റി പറഞ്ഞേ. അവിടെ മുത്തശ്ശനും മുത്തശ്ശി അവരുടെ കാല് പിടിച്ച് പറഞ്ഞെന്ന് ആ പാവത്തിനെ തുറന്നു വിടാൻ. പക്ഷെ അവർ വിട്ടില്ലടാ. നിന്റെ കൂടെ ആ പെണ്ണ് ഇറങ്ങി വരുമെന്ന് പേടിച്ച് അവളുടെ ഫോണ് പോലും അവർ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു.
ഒടുവി സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞ്, എൻ്റെ വൈശു, അവള് ജീവൻ കളയാൻ വരെ നോക്കിയെന്ന്. അവളുടെ മുത്തശ്ശി അത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോളിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു ദേവാ. പേടിച്ചിട്ടാ ദേവകിയാൻ്റെ എന്നെ ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞേ. നിനക്ക് വേണ്ടിയാ ദേവാ, നിനക്ക് വേണ്ടിയാ അവൾ അങ്ങനെയൊക്കെ. വൈശാഖിയോടുള്ള അന്ധമായ സ്നേഹം ഭാസ്കരൻ്റെ തൊണ്ടയെ ഇടറിച്ചു. ഏങ്ങിക്കൊണ്ട് അയാൾ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു കളഞ്ഞു. ദേവന്റെ മനസ്സിലെ മുഴുവൻ ഈഗോയെയും തച്ചുടയ്ക്കാൻ പാകത്തിലുള്ള ഒരു ഈർച്ചവാളായിരുന്നു ഭാസ്കരൻ്റെ ആ വാക്കുകൾ. അച്ഛൻ്റെ നാവിൽ നിന്നും അതെല്ലാം കേട്ട ആ ഒരു നിമിഷം ജീവനോടെ തന്നെ അങ്ങ് പോയിരുന്നെങ്കിലെന്ന് നനച്ചുപോയി മഹാദേവൻ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും നാൾ അകത്തി നിർത്തിയിട്ട് പോലും തനിക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ പോയ ആ ഒരുവളെ ഓർത്ത് അവൻ കുറ്റബോധത്തിൽ വെന്തുരുകി. വൈശാഖി ഇല്ലാതാവാൻ ശ്രമിച്ചുവെന്ന്, അതും തനിക്ക് വേണ്ടി. ഈശ്വര! ശ്വാസം പോലും എടുക്കാനാവാതെ അവൻ പിടഞ്ഞു തുടങ്ങി. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുവൻ ഒരു വേദന അനുഭവിക്കുമോ? ഇവിടെ മഹാദേവൻ അനുഭവിച്ചത് അതുതന്നെയായിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ കുറേ നേരം ഭാസ്കരനൊന്നും അവനോട് സംസാരിച്ചില്ല. മഹാദേവൻ എല്ലാം ഒന്ന് സ്വയം ചിന്തിക്കട്ടെ എന്ന് അയാളും ചിന്തിച്ചു കാണും. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടിട്ട് വലത്തെ കൈ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് ബാലു തളർച്ചയോടെ സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. ഏതു നേരവും പോലീസ് ഇവിടെ വരും. വൈശാഖിയെ തട്ടിക്കൊണ്ടു വന്നതിൻ്റെ പേരിൽ തനിക്ക് മേൽ കേസുണ്ടാവും. കോടികളുടെ ആസ്തിയുള്ള അവരെ പോലെയുള്ളവരുടെ മുൻപിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാനായി പാടുപെടുന്നവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ എന്തു വിലയാണുള്ളത്? ബാലുവിൻ്റെ ചിന്തകൾ കാട് കയറി. ഒടുവിൽ എന്തൊക്കെയോ ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരുന്നു ബാലുവിൻ്റെ മനസ്സ്. ദേവാ, നിനക്ക് വേണ്ടാഞ്ഞിട്ടും നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൻ്റെ പേരിൽ ജീവനെടുക്കാൻ പോയ പെണ്ണാ അവള്. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് വരാൻ ഈ അച്ഛന് തോന്നിയില്ലടാ. ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവോ എന്നും ചോദിച്ച് ദേവകിയാൻ്റെ എൻ്റെ കാലിൽ വീണപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അവൾ എനിക്കെൻ്റെ മകളെ പോലെയാ ദേവാ. അല്ല, മകള് തന്നെയാ. അവളെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ആ വീട്ടിൽ നിന്ന് അവളെ ഞാൻ കടത്തിക്കൊണ്ട് വന്നത്. അയാളിൽ ആത്മവിശ്വാസമായിരുന്നു ആ നേരം. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ദീപകിൻ്റെ കൈപ്പെടാതെ അവളെ എനിക്ക് പൊന്നുപോലെ നോക്കണം ദേവ. അതിപ്പോൾ ആരുടെ എടുത്തിട്ടാണെങ്കിലും ശരി, ഞാനത് ചെയ്തിരിക്കും. എൻ്റെ പേരിൽ ഇത് കാരണം കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടേക്കാം. ഒരു ബന്ധവുമില്ലാതെ അവൾക്ക് വേണ്ടി എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് നാട്ടുകാരും എന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല ദേവാ. അത്രയും നേരമുണ്ടായിരുന്ന സങ്കടമോ നിസ്സഹായതയോ ഒന്നും ആ നേരം ബാലുവിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. സ്വന്തം മകളെ ശത്രുക്കളിൽ നിന്നും ഏതു വിധേനയും രക്ഷിക്കണമെന്ന ഒരച്ഛൻ്റെ ചങ്കുറപ്പായിരുന്നു അച്ഛനെ കേട്ടുകൊണ്ടിരുന്ന മഹാദേവൻ അയാളിൽ കണ്ടതപ്പോൾ. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം മോനെ. എൻ്റെ മോളാണെന്നും പറഞ്ഞ് എനിക്കവളെ ആർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കണം ദേവ. എനിക്കവൾ ഈ വീട്ടിൽ എൻ്റെ മുൻപിൽ എന്നും ഉണ്ടാവണമെന്ന ആഗ്രഹം. നീ ഒരു താലി കെട്ടാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നിയമപരമായിട്ട് ഈ വീട്ടിലെ ഒരംഗമാവും. അവൾ ദീപകിൽ നിന്നും സുരക്ഷിതയും ആവും. അവളെ ആരും ഒന്നിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുകയില്ല. അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്കുക ദേവാ. നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയേ. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നീ അവളെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിക്കണമെന്നില്ല മോനെ. നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി. കണ്ണിമ ചിമ്മാൻ പോലും മറന്ന് തനിക്ക് മുൻപിലിരിക്കുന്ന തൻ്റെ മകനെ നോക്കി ബാലു തൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ മനസ്സ് മരവിച്ചു പോയവനിൽ നിന്നും ഒരു ഉത്തരവും ഭാസ്കറിന് കിട്ടിയിരുന്നില്ലപ്പോൾ. നോവ് തിങ്ങി നിൽക്കുന്ന അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തേക്ക് വരാൻ വാക്കുകൾക്ക് കഴിഞ്ഞില്ല എന്ന സത്യം അയാൾക്ക് ആ നേരം മനസ്സിലായില്ല എന്നതാണ് സത്യം. കാരണം ആ നിമിഷം ബാലു മകനേക്കാൾ ഉപരി വൈശുവിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് ദുഃഖിച്ചിരിക്കണം. ആരുമില്ലാത്ത നിസ്സഹായിയായ ആ ഒരുവളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ആദി പൂണ്ടിരിക്കണം. അതുമല്ലെങ്കിൽ തൻ്റെ മകനെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച ആ പൊന്നുമോളെ ഓർത്ത് ചേർത്ത് പിടിക്കുവാൻ അയാളുടെ അച്ഛൻ വല്ലാതെ ആഗ്രഹിച്ചിരിക്കണം. നിന്നെക്കൊണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇക്കാര്യം സിദ്ധാർത്ഥനോട് സംസാരിക്കേണ്ടതായിട്ട് വരും ദേവ. അവൻ നല്ലൊരു പയ്യനാ. അവൻ്റെ വീട്ടുകാരും നല്ലവരാ. അവളെ പൊന്നുപോലെ ആ വീട്ടുകാർ നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈശുവിന് സങ്കടം വരുമായിരിക്കും. അവൾ ചിലപ്പോൾ ഞാൻ പറയുന്നൊന്നും ആദ്യം സമ്മതിച്ചെന്നും വരില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ കൊച്ചാര് പറഞ്ഞാൽ കേട്ടില്ലേലും
ഈ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന്. ആദ്യമൊന്നും സിദ്ധാർത്ഥനെ അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പോകെ പോകെ അവൻ്റെ സ്നേഹം അധികം നാളൊന്നും കാണാതിരിക്കാൻ അവളെ കൊണ്ട് പറ്റത്തില്ല. തീരുമാനം എടുത്തതുപോലെയായിരുന്നു ഭാസ്കരൻ്റെ വാക്കുകൾ. ആ സമയമൊക്കെയും ഒരു വാക്ക് പോലും ഉരിയാടാതെ ജീവനുള്ള ഒരു പാവയെപ്പോലെ തറഞ്ഞിരിക്കുകയായിരുന്നു മഹാദേവൻ. ഇനിയൊരു കാര്യം കൂടെ ദേവാ, അവളെ ജീവിതത്തിലേക്ക് കൂട്ടാനാണെങ്കിലും കളയാനാണെങ്കിലും ഇന്നൊരു രാത്രി കൂടെ നിന്റെ മുമ്പിൽ സമയമുള്ളൂ. നാളെ രാവിലെയും നിനക്ക് അവളെ വേണ്ട എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ അച്ഛമ്മേനെ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല മോനെ. ഓർമ്മയിൽ വെച്ചോ ഇത്. സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവസാന വാക്കെന്ന രീതിയിൽ മഹാദേവനോട് പറയുമ്പോൾ ഭാസ്കരൻ്റെ ശബ്ദത്തിന് പതിവിലേറെ ഗൗരവം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ചെറിയൊരു ചോദ്യം: മഹാദേവൻ കല്യാണത്തിന് സമ്മതിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ.